അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് കാണാൻ പറ്റും. ഈ രീതിയിലുള്ള ഒരു പാരഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മളോട് പറയുന്നത്, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ കാന നിങ്ങൾ കണ്ടോ? കാന. അതുപോലെ തന്നെ അസ്ബഹ, സ്വാറ, അംസ, വല്ല, ബാത്ത. ഈ കാണുന്ന ഫിഅലുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ കാണുന്ന ഫിഅലുകൾ ഒരു ജുംല ഇസ്മിയയിലേക്ക് കടന്നു വന്നാൽ ആ ജുംല ഇസ്മിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മക്കൾ, ഇവിടെ നോക്ക്. നോക്ക് എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നോക്കാം. നമുക്ക് ഈ കാണുന്ന വാക്കുകൾ കണ്ടോ? നോക്കൂ, കാന വ അഖ്വാതുഹ എന്നൊക്കെയാണ് ഇതിന് പറയാ. അതൊന്നും മക്കൾ പഠിക്കണ്ട. ഇവിടെ നോക്ക്, അസ്ബഹ, അൽഹ, അംസ, കാന, ബാത്ത, സ്വാറ, ലൊല്ല. ഇത്രയും വാക്കുകൾ മക്കൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ വാക്കുകൾക്ക് ശേഷം 2 ഇസ്മായിട്ടുള്ള വാക്കുകൾ കടന്നു വരും. 2 ഇസ്മായിട്ടുള്ള വാക്കുകൾ കടന്നു വരും. അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് കാന എന്ന ഫിഅലിന്റെ കൂടെ 2 ഇസ്മായിട്ടുള്ള വാക്കുകൾ കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തതിൻ്റെ അവസാനം ലൊമ്മായിരിക്കും, രണ്ടാമത്തിൻ്റെ അവസാനം തെൻവീനോട് കൂടിയ ഫത്ഹ ആയിരിക്കും. ക്ലിയർ ആണോ? ആദ്യത്തതിൻ്റെ അവസാനത്തിൽ ലൊമ്മായിരിക്കും, രണ്ടാമത്തതിൻ്റെ അവസാനത്തിൽ തെൻവീനോട് കൂടിയ ഫത്ഹ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി കാനക്ക് പകരം സ്വാറ വന്നാലും ലൊല്ല വന്നാലും ബാത്ത വന്നാലും അസ്ബഹ, അൽഹ, അംസ ഇതെന്ത് വന്നാലും ആദ്യത്തെ ഇസ്മിന് ലൊമ്മായിരിക്കും, രണ്ടാമത്തെ ഇസ്മിന് തെൻവീനോട് കൂട്ടിയ ഫത്ഹ ആയിരിക്കും. ഇതിൻ്റെ ഗ്രാമർ ഒരുപാടുണ്ട്. ഈ എക്സാമിൻ്റെ മൂട്ടിൽ എക്സാം ഇങ്ങനെ എത്തിയോടുത്ത് ഇതിൻ്റെ ഗ്രാമർ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം മക്കൾ എന്ത് ചെയ്താൽ മതി? കേട്ടിരുന്നാൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഇവിടെ നോക്ക്, നമുക്ക് നമ്മുടെ പാരഗ്രാഫിലേക്കൊന്ന് നോക്കാം. പാരഗ്രാഫിൽ കാന എന്നതിന് ശേഷം നസീമുൻ, ദാരിസുൻ എന്ന 2 ഇസ്മുകളാണ് കടന്നു വന്നത്. അതിൽ ആദ്യത്തെ ഇസ്മിന് ലൊമ്മ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ഇസ്മിന് തെൻവീനോട് കൂടിയ ഫത്ഹ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അസ്ബഹ എന്ന ഫിഅലിന് ശേഷം നസീമിന് ലൊമ്മ കൊടുത്തിട്ടുണ്ട്, മസ്റൂറൻ എന്നതിന് തെൻവീനോട് കൂടിയ ഫത്ഹും കൊടുത്തിട്ടുണ്ട്. അടുത്തത് കാനൽ ജവ്വു മുഅ്തദിലൻ. ഇവിടെ കാന എന്ന ഫിഅലിന് ശേഷം അൽ ജവ്വു കണ്ടോ? ലൊമ്മ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തതിനോ തെൻവീനോട് കൂടിയ ഫത്ഹ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫസ്വാറൽ ജവ്വു, ലൊമ്മ കൊടുത്തിട്ടുണ്ട്, തൊട്ടടുത്തതിന് തെൻവീനോട് കൂടിയ ഫത്ഹ് കൊടുത്തിട്ടുണ്ട്. ലൊല്ലൽ കൂഹു മൽജഅൻ. ഇവിടെ കൂഹിന് ലൊമ്മ കൊടുത്തിട്ടുണ്ട്, മൽജഇന് തെൻവീനോട് കൂടിയ ഫത്ഹ് കൊടുത്തിട്ടുണ്ട്. അംസക്ക് ശേഷവും അതുപോലെ തന്നെയുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ വാക്കുകൾ ഇവിടെ നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിക്കുന്നുണ്ട്? ഇവിടെ കാന, ലൊല്ല, ബാത്ത, അംസ, സ്വാറ അതുപോലെയുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വാക്കുകളോടൊപ്പം 2 ഇസ്മ ആയ പദങ്ങൾ കൂടി വരും. 2 ഇസ്മ ആയ പദങ്ങൾ, 2 നാമങ്ങൾ, 2 നെയിം, 2 നൗണ് കടന്നു വരും. അങ്ങനെ വരുമ്പോൾ ആദ്യത്തേതിന് ലൊമ്മായിരിക്കും, രണ്ടാമത്തേതിന് ഫത്ഹ ആയിരിക്കും. തെൻവീനോട് കൂടിയ ഫത്ഹാണ് രണ്ടാമത്തേത് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാൽ ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെയാണ്. 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. ഒരു കുട്ടി കളിക്കുകയാണ്. ആ കുട്ടി പറയാണ്, ഞാൻ കളിക്കുന്നു. അന അൽഅബു, അന അൽഅബു, ഞാൻ എന്ത് ചെയ്യാണ്? കളിക്കാണ്. ഇവിടെ ഒരുപാട് ആളുകൾ കളിക്കുന്നുണ്ട്. അവർ പറയുന്നു നഹ്നു നൽഅബു, നഹ്നു നൽഅബു. ഇവിടെ നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഒരാൾ വായിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നു എന്നെങ്ങനെ പറയാ? അന അഖ്റഉ,
ഇവിടെയോ മൂന്നാളുകൾ വായിക്കും. നഹ്നു ഞങ്ങൾ വായിക്കുകയാണ്, നഹ്നു നഖ്റഉ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്ക്, ഒരാൺകുട്ടി അവൻ എഴുതുകയാണ്. ഒരാൺകുട്ടി ശ്രദ്ധിച്ച് കേൾക്കണം. അന നഹ്നുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്താണ്, അന ആണ് എങ്കിൽ അവിടെ ഫിഅൽ മുദാരി ആരംഭിക്കുന്നത് അലിഫ് വെച്ചിട്ടായിരിക്കും. ഫിഅൽ മുദാരി അലിഫ്, യാ, താ, നൂന് അനിയത്തിമലാണ് അല്ലെങ്കിൽ അത്തീനമലാണ് തുടങ്ങുക എന്ന് നമുക്കറിയാം. മക്കൾ നോക്ക്, ഇവിടെ അന ആണ് വന്നതെങ്കിൽ അവിടെ ഫിഅൽ മുദാരി ആരംഭിക്കുന്നത് അലിഫ് കൊണ്ടായിരിക്കും. ഇവിടെ അനയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് യക്തുബു എന്നത് ഏത് അലിഫിലായിരിക്കും ആരംഭിക്കുക? അക്തുബു. ക്ലിയർ ആണോ? അക്തുബു. നമുക്ക് അടുത്ത് നോക്കാം. മൂന്ന് കുട്ടികൾ എഴുതുകയാണ്. അവിടെ നഹ്നു ഞങ്ങൾ എഴുതുന്നു. ഇവിടെ യക്തുബുനെ, ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, നഹ്നു വന്നാൽ ഫിഅൽ മുദാരി ആരംഭിക്കേണ്ടത് നാ വെച്ചിട്ടാണ്. ഇവിടുത്തെ യാ നമ്മൾ കളയുന്നു. നഹ്നു നക്തുബു. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഈ കാണുന്ന സാധനം ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയത് നിങ്ങൾ മറക്കാതിരിക്കുക. നഹ്നു ആണെങ്കിൽ ഫിഅൽ മുദാരി നൂന് കൊണ്ടാണ് ആരംഭിക്കുക. ഇനി ഇവിടെയോ അന ആണെങ്കിൽ ഫിഅൽ മുദാരി അലിഫ് കൊണ്ടാണ് ആരംഭിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കാനുള്ളത്. മക്കളെ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ പഠിച്ച ഒരുപാട് ഗ്രാമറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 മാർക്ക് അങ്ങനെ ഒരു 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് നിർബന്ധമായി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രവർത്തനമാണ് മുഫ്രദാത്ത് എന്നത്. മുഫ്രദാത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ വർഷം നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ജംഉ മുഫ്രദുകളാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അസീസ്, അഇസ, ഇബ്ന്, അബ്നാ, ഉളുവ്, അഅല, ജിസ്മ്, അജ്സാമ്, ബഹർ, ബിഹാർ, ഖൈത്ത്, ഹുയൂത്ത്. ഇതിനർത്ഥം പറഞ്ഞ സമയം ഞാൻ കളയുന്നില്ല. നമുക്ക് അർത്ഥം നോക്കണം. ഇബ്ന് കുട്ടി, അളവ് അംഗം അല്ലെങ്കിൽ അവയവം എന്ന അർത്ഥമുണ്ട്. ജിസ്മ് ശരീരം, ബഹർ കടല്, അതുപോലെ തന്നെ അനീസത്ത് കൂട്ടുകാരി, അനീസാത്ത് ഹയവാനാത്ത്, ഹുൽമ് സ്വപ്നം, അഹ്ലാമ് ഐന് മറല് രോഗം, അതോടൊപ്പം തന്നെ കെസ് കപ്പ് ട്രോഫി എന്നൊക്കെ അർത്ഥമുണ്ട്. കീസ്, മൗരിദ്, സല്ലത്ത്, സ്വദീഖ്, മുസ്തഷ്ഫ. ഇതിൻ്റെയൊക്കെ ജംഅ മുഫ്രദ് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്ക്, ഇവിടെ ഒരുപാടുണ്ട്. ഹാജത്ത്, ഹവായിജ്, ദിർഹം, ദറാഹിം, ഉംലത്ത്, ഉമുലാത്ത്, മർക്കബ്, മറാക്കിബ് വാഹനങ്ങൾ എന്നൊക്കെ അർത്ഥം വരുന്ന. നോക്ക്, ഇത് 2ാമത്തെ വട്ടം വന്നു കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. ജദീദ്, ജുദദ്, ഈദ്, അയാദ്, ദീന്, അദിയാന്, വത്വന്, ഔത്വാന്, ലൗന്, അൽവാന്, ഷഅബ്, ഷുഊബ്, കബീലത്ത് ഗോത്രം, ഖബായിൽ ഗോത്രങ്ങൾ. ഈ രീതിയിലുള്ള ജമാ മുഫ്രദ് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ചോദിച്ചാൽ, ഇവിടെ ഹാജത്ത് തന്നിട്ടുണ്ടാവും, ഇവിടെ എന്തുണ്ടാവില്ല, ഇവിടെ ഒന്നും തന്നിട്ടുണ്ടാവില്ല. ഇവിടെ ദറാഹിം തന്നിട്ടുണ്ടാവും, ദിർഹം തന്നിട്ടുണ്ടാവില്ല. ഇവിടെ ഉംലത്ത് തന്നിട്ടുണ്ടാവും, ഇവിടെ ഉമുലാത്ത് തന്നിട്ടുണ്ടാവില്ല. മർക്കബ് തന്നിട്ടുണ്ടാവും, മറാക്കിബ് തന്നിട്ടുണ്ടാവില്ല. ഇത് നിങ്ങളോട് പൂരിപ്പിക്കാൻ പറയും. ഓക്കെ, ഈ കാണുന്ന ഇവിടെ എന്താ വരിക, ഇവിടേക്ക് എന്താ വരിക എന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഞാൻ ഇവിടെ കാണിച്ച ഓക്കെ, ഒരു ഭാഗം ഇവിടെ ഉണ്ട്, 2, 3, 4, ഒരു 5 ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനപ്പെട്ട ജംഅ മുഫ്രദുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ മക്കളെ, ഒന്ന് എന്ത് ചെയ്യുക? 2 വട്ടം കാണുക, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കാണുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം. ഓക്കെ.